Dear students, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബാണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബിനകത്ത് നമുക്ക് ടോട്ടൽ 11 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 11 ക്വസ്റ്റ്യൻസ് സിയിലാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം യൂസിങ് ദി ഫോളോയിങ് സിസ്റ്റം കോൾസ് ഫോർക്ക്, EXECL ആൻഡ് വെയിറ്റ്. ഈ 3 സിസ്റ്റം കോൾസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസേജിനെ പറ്റിയിട്ടാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ യൂസർ മോഡിൽ നിന്ന് കാനൺ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിസ്റ്റം കോൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യാൻ ഫോർക്ക്, EXECL ആൻഡ് വെയിറ്റ് സിസ്റ്റം കോൾസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. stdio.h, stdlib.h and unistd.h, systypes.h and syswait.h. ഇതിൽ ഈ 2 സിസ്റ്റം കോൾസ് ഹെഡർ ഫയൽസ് മെയിനായിട്ട് ലിനക്സിനകത്ത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽസാണ്. അപ്പോൾ ഇവിടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള സിസ്റ്റം കോൾസാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഫങ്ഷൻസാണ് ഇവിടെ ഫോർക്ക്, EXECL ആൻഡ് വെയിറ്റ് ഫങ്ഷൻസ് എല്ലാം. ഓക്കെ, അപ്പം നോക്കൂ, നമുക്കറിയാം മെയിൻ, അതായത് ഒരു സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ എന്നുള്ള ഫങ്ഷനിലാണ്. ദെൻ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, PID_T. ഈ PID_T എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈൻഡ് ഇൻറ്റീജർ ടൈപ്പാണ്, വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് റിപ്രസെൻറ്റിംഗ് എ പ്രോസസ് ID and the header file which is required to include in the program to use PID is systypes.h. അപ്പോൾ ഈ PID ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് systypes.h എന്ന് പറയുന്ന ഹെഡർ ഫയൽസിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ആ ഒരു ഹെഡർ ഫയലിനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡാറ്റ ടൈപ്പാണ്. ഇറ്റ്സ് യൂസ്ഡ് ടു സ്റ്റോർ ദ പ്രോസസ് ID. അപ്പോൾ നമ്മൾ ഫോർക്ക് എന്ന് പറയുന്ന ഫങ്ഷൻസ് കോൾ ചെയ്ത് കഴിയുമ്പം അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, PID സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രോസസ് ID സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, PID_T എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ഫോർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. ഈ ഫോർക്ക് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ്സ് ദ സിസ്റ്റം കോൾ യൂസ്ഡ് ടു ക്രിയേറ്റ് എ പ്രോസസ്, ടു ക്രിയേറ്റ് എ ന്യൂ പ്രോസസ്. ഓക്കെ, വെൻ എ പ്രോസസ് or a program in execution makes a fork call, an exact copy of the process is created. Okay, നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ടൈമിലാണ് ഫോർക്ക് എന്നുള്ളത് കോൾ ചെയ്യുന്നത്. ആ സെയിം ടൈപ്പിലുള്ള ഒരു പ്രോസസ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, now there are 2 processes, one being the parent process and other being the child process. അപ്പോൾ നമ്മൾ ഈ ഫോർക്ക് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരൻറ്റ് പ്രോസസ്സും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഒരു ചൈൽഡ് പ്രോസസ്സും ഉണ്ടാവും. ഓക്കെ, ദെൻ നമ്മളൊരു എക്സാമ്പിൾ, സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് #include stdio.h wordman int val. VAL എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഫോർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ ഈ VALനകത്തേക്ക് ഒരു പ്രോസസ് ID സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ് ID എന്ന് പറയുന്നത് ഒന്നുകിൽ അത് 0 ആവാം, അല്ലെങ്കിൽ -1 ആവാം, നെഗറ്റീവ് വാല്യൂസ് ആവാം, ഓർ >1 ആയിരിക്കാം. അപ്പോൾ അതിനകത്ത് വാല്യൂ സക്സസ്ഫുൾ കംപ്ലീഷൻ ആണെങ്കിൽ ഇത് റിട്ടേൺസ് എ വാല്യൂ 0. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 0 വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അത് അതർവൈസ് ഇറ്റ് റിട്ടേൺസ് എ വാല്യൂ -1. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ദ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ കാരണം ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് അവിടെ നെഗറ്റീവ് വാല്യൂ വരുന്നത്. ഓക്കെ, സക്സസ്ഫുൾ ആണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് 0 വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ലൈൻ A, അതായത് VAL ഫോർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് എ വാല്യൂ വിച്ച് റിപ്രസെൻറ്റ്സ് ദ പ്രോസസ് ID ഓഫ് ദ ചൈൽഡ് പ്രോസസ്. ചൈൽഡ് പ്രോസസ്സിൻ്റെ ID ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ പാരൻ്റൽ പ്രോസസ്സിൽ വെച്ചിട്ട് ഈ printf എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ലൈൻ B എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന എന്തായിരിക്കും, ചൈൽഡ് പ്രോസസ്സിൻ്റെ ID ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ,
ആൻഡ് ഇതേ സെയിം കാര്യം തന്നെ ആയിരിക്കില്ല ചൈൽഡ് പ്രോസസ്സിലേക്ക് വരുന്നത്. സെയിം കോപ്പി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ചൈൽഡ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പം എന്താണ് ഉണ്ടാവുക എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 0 എന്നുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ VAL എന്ന് പറഞ്ഞാൽ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? 0 എന്നുള്ളതായിരിക്കും പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യാണ് GCC. ഫയലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഫോർക്ക് എക്സാമ്പിൾ എന്നാണ്. ഫോർക്ക് എക്സാമ്പിൾ .c. ഓക്കെ, ദെൻ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ./a.out എന്ന് കൊടുക്കും. ഇപ്പോൾ ഇവിടെ നോക്കും വാല്യൂ ഓഫ് VAL. ഇവിടെ ചൈൽഡിൻ്റെ PID ആണ് വന്നിരിക്കുന്നത്, സോറി ചൈൽഡിൻ്റെ പ്രോസസ് ID ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ വാല്യൂ ഓഫ് VAL ഈക്വൽ ടു 0 എന്ന് വരുന്നു. 0 എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ് പ്രോസസ്സാണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചൈൽഡ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ VALൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ചൈൽഡിൽ നിന്നല്ല നമ്മളവിടെ ഫോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്, പാരൻറ്റിൽ നിന്നാണ്. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ PID എന്നുള്ളതിനകത്തേക്ക് എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യും? ചൈൽഡിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. പാരൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ചൈൽഡിൻ്റെ കേസിലെ PIDയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക 0 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, ഇത് നോക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ PID <0 ആണെങ്കിൽ എന്താണ്? ക്രിയേഷൻ എറർ ആണെന്ന് പറഞ്ഞു. <0 അല്ല, ദെൻ ഇതിൻ്റെ PID എന്ന് പറയുന്നത് ഈസ് >0 ആണെങ്കിൽ ഞാനിവിടെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എന്താണ് യൂസ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം കോൾ ഉപയോഗിച്ചിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് സ്ലീപ്പ് 2 സിസ്റ്റം കോൾസ് ഇതിനകത്തുണ്ട്, വെയിറ്റ് ആൻഡ് സ്ലീപ്പ്. ആൻഡ് ബോത്ത് ടൈം ബേസ്ഡ് സിസ്റ്റം കോൾസ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ടൈം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക്. ഓക്കെ, സ്ലീപ്പ് എന്ന് പറയുമ്പോൾ സ്ലീപ്പിനകത്ത് നമ്മൾ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത്രയും സെക്കൻഡ്സ് അത് എന്ത് ചെയ്തേക്കും? സ്ലീപ്പ് ചെയ്യും. സിസ്റ്റം ഓപ്പറേഷൻസ് പോസ് ചെയ്ത് വയ്ക്കും. Okay. In wait, the system call is used when user wants to halt the current process and it release all the resources held by the process and wait for some other process to execute. അപ്പോൾ ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഏതാണോ അതിനെ, അത് ചൈൽഡാണോ പാരൻ്റോ, അതിനെ കുറച്ച് സമയത്തേക്ക് അതിനെ നിർത്തിവെച്ചിട്ട് നെക്സ്റ്റ് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ വെയിറ്റ് നൾ എന്നാണ് കൊടുക്കുന്നതെങ്കിലോ വിൽ ബ്ലോക്ക് ദ പാരൻ്റ് പ്രോസസ് അണ്ടിൽ എനി ഓഫ് ഇറ്റ്സ് ചിൽഡ്രൻ ഹാസ് ഫിനിഷ്ഡ്. നൾ കൊടുത്തു കഴിഞ്ഞാൽ പാരൻ്റ് പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യും. അതിൻ്റെ ചൈൽഡ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ പാരൻ്റ് പ്രോസസ്സിനെ എന്ത് ചെയ്തേക്കും? വെയിറ്റ് ചെയ്യിക്കും. ഓക്കെ, ഹോൾഡ് ചെയ്ത് വയ്ക്കും. ദെൻ സ്ലീപ്പ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഒരു പെർട്ടിക്കുലർ ടൈം വരെ അതിനെ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ കുറച്ച് മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. ഈ PID >0 ആണെങ്കിൽ PIDയുടെ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ >0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നത് പാരൻ്റ് പ്രോസസ്സിലായിരിക്കും. അപ്പോൾ പാരൻ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഗെറ്റ് PID, പാരൻ്റ് പ്രോസസ്സിൻ്റെ PID എന്താണെന്നുള്ളത് ഗെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരൻ്റ് ends in calling EXECL. EXECL എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ആഫ്റ്റർ സ്ലീപ്പിംഗ് 15 സെക്കൻഡ്സ് സ്ലീപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ലീപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദി സിസ്റ്റം കോൾസ് ഇസ് യൂസ്ഡ് വെൻ യൂസർ വാണ്ട്സ് ടു ഹോൾഡ് ദ കറൻറ്റ് പ്രോസസ് ഫോർ സം ടൈംസ്. ഒരു പെർട്ടിക്കുലർ ടൈം വരെ അത് ഹോൾഡ് ചെയ്ത് വെക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്ലീപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് EXECL എന്ന് പറയുന്ന ഫംഗ്ഷൻ. EXECL റീപ്ലേസസ് നമ്മളിപ്പോൾ ഇവിടെ ഏതാണോ കോൾ ചെയ്തിരിക്കുന്നത്, അതായത് ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഫയൽസാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. ഈ EXECL എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോൾസാണ്. ദെൻ ഈ ഫംഗ്ഷനകത്ത് നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇറ്റ് കോളിംഗ് ദ പ്രോസസ് ഇമേജ് വിത്ത് എ ന്യൂ പ്രോസസ് ഇമേജ്. അപ്പോൾ നമ്മൾ പാരൻറ്റ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പുതിയൊരു പ്രോസസ് ഇമേജ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ദിസ് ഹാസ് ദ എഫക്റ്റ് ഓഫ് റണ്ണിങ് എ ന്യൂ പ്രോഗ്രാം വിത്ത് ദ പ്രോസസ് ID of the calling process. Not that the new process is not started, the new process image simply overlays the original process image.
സിസ്റ്റം കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം പാരൻറ്റ് പ്രോസസ്സിനകത്ത് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്കിത് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇവിടെ സ്ലീപ്പ് 15 കൊടുത്തിട്ടുണ്ട്. ഈ 15 സെക്കൻഡ്സ് സ്ലീപ്പ് ചെയ്തിട്ട് EXECL ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താ, സ്ലീപ്പ് 20 എന്ന് പറയുന്നത് ആ 20 സെക്കൻഡ്സ് അത് വെയിറ്റ് ചെയ്യുന്നില്ല, സ്ലീപ്പ് ചെയ്യില്ല. ഇവിടെ നിങ്ങൾ പ്രിൻ്റ് എഫ് കൊടുത്തെങ്കിൽ ആ പ്രിൻ്റ് എഫിനുള്ള ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടില്ല. ഈ EXECL എന്നുള്ളത് ഫംഗ്ഷൻ എന്തെങ്കിലും എറേഴ്സ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഇതിന് ശേഷമുള്ള സ്റ്റെപ്പിനകത്തേക്ക് വരുള്ളൂ. ഓക്കെ, PIDയുടെ വാല്യൂ 0 ആണെങ്കിൽ, ഇപ്പോൾ ഈ PID വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പാരൻ്റ് ആയിരിക്കും. PID ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ്, ചൈൽഡ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ചൈൽഡ് പ്രോസസ്സിൽ നമ്മൾ സ്ലീപ്പ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൈൽഡിൽ ഐ എം നോട്ട് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടെ പ്രോസസ്സ് ID പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് പാരൻറ്റിൻ്റെ, അതായത് പാരൻറ്റ് പ്രോസസ്സിൻ്റെ ID എന്താണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ചൈൽഡ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്തിലേക്കായിരിക്കും വരുന്നത്, പാരൻറ്റിലേക്ക്. അപ്പോൾ നമുക്കിത് റൺ ചെയ്തുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് കേസിൽ എന്താണ്, ഹലോ. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുമ്പേ ഹലോ എന്നുള്ളൊരു വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ PID വാല്യൂ 0 എന്നവിടെ പ്രിൻ്റ് ചെയ്തു. ദെൻ ചൈൽഡ് നെക്സ്റ്റ് വരുന്നത് എവിടേക്കാണ്, ഈ ചൈൽഡ് പ്രോസസ്സിലേക്കാണ്. ചൈൽഡ് പ്രോസസ്സ് അതിന് പ്രോസസ്സ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എങ്ങോട്ടേക്ക് പോകുന്നത്, പാരൻറ്റ് പ്രോസസ്സിലേക്ക് പോകുന്നത്. പാരൻറ്റ് പ്രോസസ്സിൽ വെയിറ്റിംഗ് എന്നുള്ള ഓപ്ഷനകത്തേക്ക് വരുന്നു. ദെൻ പാരൻറ്റ് അത് വെയിറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വെയിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. വെയിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ നമ്മൾ കോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സിസ്റ്റം കോൾസ് എന്നുള്ള പ്രോഗ്രാം നോക്കാം. അപ്പോൾ നേരത്തെ കാണിച്ചിരിക്കുന്ന സെയിം പ്രോഗ്രാം തന്നെയാണ്. അതിനകത്ത് ഒരു ചെറിയ ചേഞ്ചേ ഉള്ളൂ. നമ്മൾ നേരത്തെ വെയിറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു കൊടുത്തത്. ഇപ്പം ജസ്റ്റ് പാരൻറ്റിൻ്റെ PID ഒക്കെ പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് വെയിറ്റിനെ കോൾ ചെയ്യുന്നത്. അപ്പം നോക്കൂ, നമ്മൾ എക്സാമ്പിൾ എഴുതിയ സെയിം പ്രോഗ്രാം തന്നെ, ഈ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. GCC system calls.c, സിസ്റ്റം കോൾസ് എന്നാണ് ഈ ഒരു ഫയലിൻ്റെ പേര്. അതിനെ കമ്പൈൽ ചെയ്ത് എറേഴ്സൊന്നും ഇല്ല. കാരണം എറർ ഫ്രീ ആക്കി വെച്ചതാണ്, ചെയ്ത് നോക്കിയതാണ്, അതുകൊണ്ടാണ്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി നോക്കുന്നു, ./a.out. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ഓർക്കുന്നില്ല, ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കാണാം. കോളിംഗ് EXECL ആഫ്റ്റർ സ്ലീപ്പിംഗ് ഫോർ 15 seconds എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തു, പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നോക്കൂ, ഫസ്റ്റിൽ എന്താണ്, PID ഈക്വൽ ടു ഫോക്ക്. ദെൻ ആ PID പ്രിൻ്റ് ചെയ്തു, അതാണ് 3332 എന്ന് പ്രിൻ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ഹലോ. ദെൻ ദ വാല്യൂ ഓഫ് PID ഈസ് ഗ്രേറ്റർ ദെൻ 0 ആയതുകൊണ്ട് എങ്ങോട്ടേക്ക് വന്നു, പാരൻ്റ് സ്റ്റാർട്ട് എന്നുള്ളതിലേക്ക് വന്നു. പ്രോസസ് ID എന്താണെന്നുള്ളത് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വെയിറ്റ് നൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് നൾ എന്ന് പറഞ്ഞപ്പം ഇവിടെ നിന്ന് ഈ ഒരു പാരൻറ്റ് പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതെങ്ങോട്ടേക്ക് പോകുന്നു, ചൈൽഡ് പ്രോസസ്സിനകത്തേക്ക് വരുന്നു. ഓക്കെ, ചൈൽഡ് പ്രോസസ്സിൽ ചൈൽഡ് സ്റ്റാർട്ട് എന്ന് കാണിച്ചു. ദെൻ ഐ ആം നോട്ട് സ്ലീപ്പിംഗ്. ദെൻ എന്താണ്, പ്രോസസ് ID പ്രിൻ്റ് ചെയ്തു, പ്രോസസ് ID ആൻഡ് പാരൻറ്റ് പ്രോസസ്സിൻ്റെ ID പ്രിൻ്റ് ചെയ്തു. ചൈൽഡ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു. ചൈൽഡ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ എവിടെയാണോ വെയിറ്റ് കൊടുത്തത് അതിന് ശേഷമുള്ള പ്രോസസ്സാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്ന പ്രിൻ്റ് ഓഫ് എന്താ, പാരൻറ്റ് വെയിറ്റിംഗ് എന്ന് വന്നു. ദെൻ പാരൻറ്റ് എൻഡ്സ് കോളിംഗ് EXECL ആഫ്റ്റർ സ്ലീപ്പിംഗ് 15 seconds, 15 seconds സ്ലീപ്പ് ചെയ്തതിന് ശേഷം EXECLനെ കോൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൾ ചെയ്തിട്ട് പാരൻ്റ് അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം എന്താ, EXECL സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഈ സ്ലീപ്പ് 20 എന്നുള്ളതിന് പകരമായിട്ട് ഞാൻ പ്രിൻ്റ് ഓഫ് ബൈ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾസിനകത്ത് നോക്കും, ഇത് സിസ്റ്റത്തിനകത്തുള്ള EXECL നമ്മൾ LS എന്ന് പറയുന്ന ലിനക്സിൻ്റെ കമാൻഡാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. അതായത് ഫോൾഡറിനകത്തുള്ള ഫയൽസ് ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബൈനറി ഫയൽസ് എവിടെയാണുള്ളത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഏതാണ്, അതിൻ്റെ നെയിം എന്താണ്, ദെൻ അതിനകത്തേക്കുള്ള ഓപ്ഷൻ വാല്യൂസ് ഇത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് EXECLൻ്റെ സിൻടാക്സ് പ്രകാരം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ ഒരു ചേഞ്ച് പ്രിൻ്റ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടി കമ്പൈൽ ചെയ്തു, ദെൻ അപ്പോൾ ഇവിടെ നോക്കൂ, ദ സ്ലീപ്പ് 15 seconds ഇത് സ്ലീപ്പ് ചെയ്യാണ്, ഈ ഒരു പ്രോസസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു 15 seconds വരെ അത് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വന്നിട്ടില്ല, ബൈ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടില്ല അല്ലേ, മനസ്സിലായില്ലേ? എന്നെ നോക്കൂ, നമുക്ക് ഈ വെയിറ്റ് എന്ന് പറയുന്നതിന് ഞാനിവിടെ കമൻ്റായിട്ട് സെറ്റ് ചെയ്യാണ്. ദെൻ വെയിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുന്നില്ലെന്ന് വയ്ക്കാം. ദെൻ വെയിറ്റിനെ കോൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി കമ്പൈൽ ചെയ്യാം, ദെൻ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യാസം വന്നത് കണ്ടോ, ഹലോ പാരൻ്റ് സ്റ്റാർട്ട്, പാരൻറ്റിൻ്റെ ID കാണിച്ചു, ദ പാരൻ്റ് എൻഡ് ചെയ്യുന്നത് ആഫ്റ്റർ സ്ലീപ്പിങ് 15 seconds സ്ലീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരെ വന്നു അല്ലേ. ദെൻ ആ 15 seconds നമ്മൾ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതുകൊണ്ട് നേരെ പ്രോസസ്സ് എങ്ങോട്ടേക്ക് മാറി, കോണ്ടസ്റ്റ് സ്വിച്ചിങ് നടത്തി എങ്ങോട്ടേക്കാണ്, ചൈൽഡ് പ്രോസസ്സിനകത്തേക്ക് മാറി. ഓക്കെ, അപ്പോൾ ചൈൽഡ് പ്രോസസ്സ് അതിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് വന്നു, നമുക്ക് ഈ EXECLൻ്റെ ഔട്ട്പുട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് സിസ്റ്റം കോൾസ് എന്ന് പറയുന്ന അതിനകത്തുള്ള ഫോക്ക് എന്ന് പറയുന്ന ഫങ്ഷൻ സിസ്റ്റം കോൾ എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്നും വെയിറ്റ്, സ്ലീപ്പ് ആൻഡ് EXECL ഈ സിസ്റ്റം കോൾസൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.